മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ശ്രീനാരായണ LP സ്കൂളിൽ തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി അംഗനവാടി നവീകരണമായ സ്നേഹാങ്കണം പരിപാടി വാർഡ് കൗൺസിലർ ബിജുൽ ആയടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സപ്തദിന ക്യാമ്പ് കഴിഞ്ഞ 26-ാം തീയതി മുതൽ ശ്രീനാരായണ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വിവിധങ്ങളായ പദ്ധതികളുമായിട്ട് നമ്മുടെ പ്രദേശത്ത് വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് സ്നേഹാങ്കണം എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായി പബ്ലിക് ലൈബ്രറി അടുത്തുള്ള അങ്കണവാടിയിൽ ഇതിന് നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ കൂടിയിരിക്കുകയാണ്. ഈ അങ്കണവാടി പരിസരവും വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ പെയിൻ്റ് അടിച്ച് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നമ്മുടെ NSSന്റെ വിദ്യാർത്ഥികൾ ഈ ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് പോകും. കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും പൂച്ചെടികളും ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തു. അങ്കണവാടിയുടെ ചുവരുകൾ വളണ്ടിയർമാർ വൃത്തിയാക്കി. അവിടെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ വരച്ചു. കുഞ്ഞുങ്ങളുടെ കൂടെ ആടിയും പാടിയും വിദ്യാർത്ഥികൾ ദിവസം ചിലവഴിച്ചു. ചടങ്ങിൽ പബ്ലിക് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ ജൂലി TK സ്വാഗതം പറഞ്ഞു. NSS വളണ്ടിയർ ലീഡർമാരായ നിഹ ഷെറിൻ, സഹൽ മുഹമ്മദ് തുടങ്ങിയവർ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അങ്കണവാടി അധ്യാപികയായ സുമ ചടങ്ങിൽ നന്ദി പറഞ്ഞു. ഡിസംബർ 26 മുതൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഭാഗമായി 6-ാം ദിനത്തിൽ അങ്കണവാടി നവീകരണത്തിന്റെ ഭാഗമായി സ്നേഹാങ്കണം പരിപാടി സംഘടിപ്പിച്ചു. NSSന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സ്നേഹാങ്കണം. ഇന്ന് മേമുണ്ട ഹയർ സെക്കൻഡറി NSS വിഭാഗം പബ്ലിക് ലൈബ്രറി അങ്കനവാടിയിൽ സ്നേഹാങ്കണം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ പദ്ധതിയാണ് ഇവിടെ ഇന്ന് നടപ്പാക്കുന്നത്. 1500ഓളം അങ്കനവാടികൾ നവീകരിക്കുക, NSSന്റെ നേതൃത്വത്തിൽ നവീകരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അതിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ഇന്നിവിടെ നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള NSS വളണ്ടിയർമാർ ഏറ്റെടുത്ത് നടത്താൻ